കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അന്ന് 77-ൽ സിദ്ധാർത്ഥ ശങ്കറെ അധികാരം വിട്ടൊഴിയുമ്പോ ബംഗാളിലെ മുസ്ലിമിന്റെ ഉദ്യോഗ പ്രാതിനിധ്യം 11.86%. 11.86% പ്രാതിനിധ്യമുണ്ട് 1977-ൽ ബംഗാളിലെ മുസ്ലിമിന്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്നത് 1906-ലാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. എന്നാൽ ബംഗാൾ പ്രവിശ്യയിൽ ഇന്ന് ഇന്ത്യയിലുള്ള ബംഗാളും പാകിസ്ഥാനിലുള്ള ബംഗ്ലാദേശും ചേർന്നതാണ് അന്നത്തെ ബംഗാൾ. ആ ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1887-ലാണ്. കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങുന്നതിന് 19 കൊല്ലങ്ങൾക്ക് മുമ്പ് 1887 മുഹമ്മദൻ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. ആ പാർട്ടി ഉഴുതുമറിച്ച മണ്ണിലാണ് 1906-ലെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സന്ദേശം എത്തുന്നത്. ആ സന്ദേശത്തെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് ബംഗാൾ പ്രവിശ്യ എന്നും മുസ്ലിം ലീഗിന്റെ ഭരണത്തിന് കീഴായി. ഫസലുൽ ഹക്ക് ഭരിച്ചു, സുഹ്റവർദി ഭരിച്ചു, അതുപോലുള്ള ഒരുപാട് ആളുകൾ ബംഗാൾ ഭരിച്ചു. അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഭരിച്ച ഒരു പ്രവിശ്യയാണ് ബംഗാൾ പ്രവിശ്യ. ആ ബംഗാളിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ അസ്ഥിവാരം പിന്നീട് സ്വാതന്ത്ര്യാനന്തരം അവിടെ മതേതര പ്രസ്ഥാനങ്ങളുടെ കൈകളിലൂടെ കടന്നു വന്നിട്ട് അവസാനം സിദ്ധാർത്ഥ ശങ്കറെ അധികാരം വിട്ടൊഴിയുമ്പോ 11.86% പ്രാതിനിധ്യമുണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 30 കൊല്ലം ഭരിച്ചു. 30 കൊല്ലം ഭരിച്ചു. ബംഗാളിൽ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ നേടിക്കൊടുത്തത് എന്ന് ചോദിച്ചാൽ ബംഗാളിലെ പൊതുസമൂഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരൻ ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. എന്നാൽ പൊതുസമൂഹത്തിന് കിട്ടിയതിന്റെ പകുതി പോലും മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വിവേചനം ബംഗാളിൽ നടന്നിട്ടുണ്ട്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ 30 കൊല്ലം ബംഗാൾ ഭരിച്ചു കഴിഞ്ഞപ്പോ ബംഗാളിലെ പൊതുജനതയുടെ സാക്ഷരത 65%, മുസ്ലിങ്ങളുടെ സാക്ഷരത 33%. ബംഗാളിലെ പൊതുജനതയുടെ സാക്ഷരത 65, മുസ്ലിങ്ങളുടെ സാക്ഷരത 35. ബംഗാളിലെ പൊതുജനത ദാരിദ്ര്യരേഖയ്ക്കു മേലെ 45, ബംഗാളിലെ മുസ്ലിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്കു മേലെ 20. എങ്ങനെ സംഭവിച്ചു ഈ വിവേചനം? ബംഗാളിലെ മുസ്ലിങ്ങളുടെ ഉദ്യോഗ പ്രാതിനിധ്യം 1.8%, 11.86-ൽ നിന്ന് 1.8-ലേക്ക് ചുരുങ്ങി 10.06% പ്രാതിനിധ്യം 1977-ൽ മുസ്ലിങ്ങൾക്കുണ്ടായത് നഷ്ടപ്പെട്ടു. അതിന് നല്ലൊരു ന്യായീകരണം പറഞ്ഞിരുന്നു നമ്മുടെ കുറ്റിപ്പുറക്കാരൻ, എന്റെ സഹപ്രവർത്തകൻ. അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ പാർട്ടിയുടെ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ലീഗില്ല. ഇപ്പോഴല്ല, ഉപരി വിട്ടുപോയ ശേഷമല്ല. മതം സംഘർഷമല്ല, സമാധാനമാണ് എന്ന് പറഞ്ഞൊരു വലിയ മുദ്രാവാക്യമുയർത്തി ഞങ്ങൾ ജാഥ നടത്തിയല്ലോ. ആ ജാഥ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് പാലക്കാട് എത്തിയപ്പോൾ ഒരു അവലോകനം നടന്നു. ആ അവലോകന യോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗത്തിൽ ഈ മുദ്രാവാക്യവുമായുള്ള ലീഗിന്റെ ബന്ധം വരുന്നില്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ലീഗില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഷാജിയും ഞാനും ടി ഇസ്മയിലും മാത്രമാണ് ഈ പ്രസംഗത്തിൽ ഈ വിഷയവും ലീഗും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്നത്. താങ്കൾ ഒരു ജാഥ ലീഡർ എന്ന നിലക്ക് താങ്കളുടെ ശബ്ദമാണ് കേരളം ശ്രദ്ധിക്കുന്നത്. താങ്കളുടെ പ്രസംഗത്തിൽ ലീഗ് വരുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ലീഗ് ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് അന്ന് പാലക്കാട് വെച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോഴല്ല, ഈ വിട്ടുപോയതിനു ശേഷമൊന്നുമല്ല. വിട്ടുപോയതിനു ശേഷം ഇന്നേ തീയതി വരെ ഫോണിൽ അദ്ദേഹം ബന്ധപ്പെടാത്ത ഒരു സഹപ്രവർത്തകൻ മാത്രമേ ഉള്ളൂ, അത് ഞാൻ മാത്രമേ. പാർട്ടി വിട്ടുപോയതിനു ശേഷം ഫോണിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുകയോ അദ്ദേഹം ഇങ്ങോട്ട് ബന്ധപ്പെടുകയോ ചെയ്യാത്ത ഒരേ ഒരു സഹപ്രവർത്തകൻ. മറ്റു പലരും ജയിച്ചപ്പോൾ വിളിച്ചവരെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് എനിക്കറിയാം, എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ ദുബായിൽ പോയിട്ട് പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ കേസറ്റ് ഞാൻ കേട്ടു. ഞാൻ പിന്നെ ദുബായിൽ പോയപ്പോൾ അവിടുത്തെ KMCCയുടെ പ്രവർത്തകന്മാർ എനിക്ക് കേൾപ്പിച്ചു. മൂപ്പര് പറഞ്ഞു, ബംഗാളിൽ മുസ്ലിങ്ങൾ പിന്നോക്കമാകാൻ കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അവിടെ നടന്ന വർഗീയ കലാപങ്ങളാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് അവിടെ നടന്ന വർഗീയ കലാപങ്ങൾ. സ്വാതന്ത്ര്യം നേടിയ 1947-ലാണ്. അന്ന് വമ്പിച്ച കലാപങ്ങൾ നടന്ന മണ്ണാണ് ബംഗാൾ. ചരിത്രത്തിൽ അത് ശരിയാണ്. പക്ഷേ ഈ 47-ൽ കലാപം നടക്കുന്ന കാലത്ത് സ്കൂളിൽ ചേരേണ്ട കുഞ്ഞ്, അന്ന് 5 വയസ്സുള്ള കുഞ്ഞ്, ആ 5 വയസ്സുള്ള കുഞ്ഞിന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്ന 2006-ൽ എത്ര വയസ്സ്? 47-ൽ 5. ആ 2000-ൽ 53 കൊല്ലം അവിടെ ബാക്കിയുണ്ട്. 53 5 58. 58-ഉം 2006-ലെ 6-ഉം കൂടിയാൽ വയസ്സ് എത്രയായി? 64. 47-ൽ 1-ാം ക്ലാസ് ചേരേണ്ട കുഞ്ഞിന് 2006-ൽ 64 വയസ്സ്.
റിട്ടയർമെന്റ് പ്രായം 55 അല്ലെങ്കിൽ 58 അല്ലെ? ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്കൂളിൽ ചേരേണ്ട കുട്ടി, പിറ്റേ കൊല്ലം ചേരേണ്ട കുട്ടി, അതിന്റെ 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 പിറ്റേ കൊല്ലവും ചേരേണ്ട കുട്ടിയും റിട്ടയർ ചെയ്തു പോകേണ്ട സമയമായിരിക്കുന്നു 2006-ൽ. അപ്പോൾ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്ന ബംഗാളിലെ കലാപത്തിന്റെ ബാക്കി പത്രമല്ല ഇപ്പോഴത്തെ ബംഗാളിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ. മറിച്ച് വ്യവസ്ഥാപിതമായ ആസൂത്രണത്തിലൂടെ മുസ്ലിം ജനതയുടെ മുന്നേറ്റത്തെ തടയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ആവിഷ്കാരത്തിന്റെ ഫലമാണ് ബംഗാളിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ. പക്ഷെ അത് പറയാൻ ഇന്ന് കുറ്റിപ്പുറക്കാരന്റെ നാവിന് കഴിയില്ല. ഒരു MLA പദവി കൊണ്ട് ചങ്ങലയിട്ടിരിക്കുന്നു ആ നാവിന്. നാളെ MLA-ക്കാൾ വലിയ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയാൽ അദ്ദേഹം ഈ സത്യം മാത്രമല്ല അല്ലാഹു ഏകനാണെന്ന സത്യം പോലും പറയാൻ അയാൾക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ ഞാനിപ്പോ സംശയിക്കുന്നു. അധികാരവും പദവിയും കിട്ടുമ്പോഴേക്കും സത്യത്തിന്റെ നേർക്ക്, ചരിത്രത്തിന്റെ നേർക്ക്, വസ്തുതകളുടെ നേർക്ക് കണ്ണടക്കാൻ. ഏതാനും നാളുകൾക്ക് മുമ്പ് മൂപ്പര് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വന്നു. മൂപ്പര് സ്ഥലത്ത് പ്രസംഗിക്കുന്നു. ഞാൻ അതിന്റെ പുഴയുടെ മറ്റേ കരയിൽ പ്രസംഗിക്കണം. ഞാൻ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തകന്മാര് മൊബൈലിൽ വിളിച്ചിട്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിച്ചു. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് വേറെ ആരോ ആ പരിപാടിയിൽ പ്രസംഗിക്കുകയാണ്. അതേതോ നമ്മുടെ എതിരാളിയാ പോയത്. നമ്മളെ പ്രവർത്തകൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ആണെങ്കിൽ അവനെ ഉപദേശിക്കണം, ഇമാതിരി പ്രവർത്തനം ചെയ്യാൻ പാടില്ല. മുസ്ലിം ലീഗുകാരന് ചെയ്യാൻ പറ്റിയ പ്രവർത്തനം അല്ല അത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ നേതൃത്വം ഏറ്റെടുക്കണം. സൈലൻസറിന്റെ മഫ്ളർ ഊരിയിട്ട് ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ ചെവിയിൽ ഈ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടല്ലോ, ഏറ്റവും ഗൗരവമായി സമീപിക്കേണ്ടവ മുസ്ലിമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റവും ഗൗരവമായി സമീപിക്കേണ്ടവ മുസ്ലിമാണ്. കാരണം യുദ്ധത്തിന് പോകുന്ന വേളയിൽ സൈന്യത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്ന വഴിക്ക് സസ്യലതാദികളെ മുറിച്ചു മാറ്റുന്നതാണ്.